കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിന്റെ കണ്ണ് ഓപ്പറേഷനോടെ ശ്രീലക്ഷ്മിയും കൺമണിയും ഒന്നല്ല, രണ്ടാണെന്ന് തെളിയുന്ന എന്റെ ഓപ്പറേഷനും കഴിയും. 2 ഓപ്പറേഷനും സക്സസ് ആവും. നീ കാഴ്ച കിട്ടി ആദ്യം കാണുന്നത് നല്ല കാഴ്ചയാവില്ല. എങ്കി പിന്നെ നിങ്ങൾ എല്ലാവരും നിൽക്ക്, ഞാൻ ഇറങ്ങാൻ പോവാ. മരുന്ന് കഴിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. ഓ ശരി അമ്മ, ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. ശരി മോളെ. ഗായത്രിയമ്മേ, എല്ലാവരും ഒരിടത്ത് തന്നെ ഉണ്ടായിരുന്നത് നന്നായി. ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം പറയണ്ടല്ലോ. എന്താ, ആർക്കൊന്നും മനസ്സിലായില്ലേ? അതോ ഞാൻ പറഞ്ഞതുകൊണ്ടാണോ ആർക്കൊന്നും മനസ്സിലാവാത്തത്? എല്ലാവരും എന്റെ കൂടെ ഒന്ന് വന്നാ നേരിട്ട് കാണിച്ച് ബോധ്യപ്പെടുത്തി തരാൻ ഞാൻ. എല്ലാവരും വാ. എങ്ങോട്ട്? എന്ത് കാണിക്കാൻ? അയ്യോ, ദൂരോട്ടൊന്നും പോണ്ട, തൊട്ടപ്പുറം വരെ, കണ്ണിന്റെ ഓപ്പറേഷൻ നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ വരെ. ഓപ്പറേഷൻ തിയേറ്ററോ? അവിടെ ആരെ കാണാൻ? രേഖയുടെ അമ്മ വെറുതെ പിച്ചും പേയും വിളിച്ച് പറയരുത്. ആരുടെയോ ആരാണെന്ന് നോക്കാൻ പോയിട്ട് അതാരാണെന്ന് ആരോടോ ചോദിച്ചറിഞ്ഞപ്പോ വട്ടായോ നിങ്ങക്ക്? പിച്ചും പേയും വട്ടുമൊന്നും അല്ല രഘു. വർമ്മൻ വില്ലയിൽ ഓടുന്ന ഒരു തിരക്കഥയുടെ ലാസ്റ്റ് റീൽ ഓടുന്ന ദിവസമായിരുന്നു. നിങ്ങൾ അവിടെ വന്ന് ഒരാളെ കാണണം, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. അതുവരെ എനിക്ക് റോളുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ തീരുമാനം. ഈ അവര് ഇവരെന്നൊക്കെ പറയാതെ ആരുടെ കാര്യമാ പറയുന്നതെന്ന് ഒന്ന് വ്യക്തമാക്കി പറയോ? അതൊക്കെ പറയാം. ആളെ കണ്ട നിങ്ങളൊന്ന് ഞെട്ടും, അതുറപ്പാ. അതിന്റെ ആവശ്യമില്ല രാജലക്ഷ്മി. അയ്യോ, അങ്ങനെ പറയല്ലേ. ആളെ അറിയാത്തത് കൊണ്ടാ. അറിയാം, ദേവി. അന്ന് വീട്ടിൽ കയറി വന്ന അന്ധയായ ആ പെൺകുട്ടിയെ കുറിച്ചല്ലേ രാജലക്ഷ്മി പറയുന്നത്? ആ പെൺകുട്ടിയെ കാണിക്കാനാണ് ഈ പരിശ്രമമെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പോ ആ പെൺകുട്ടിയാണ് ഓപ്പറേഷൻ തിയേറ്ററിലെന്ന് ഗായത്രി അമ്മയ്ക്ക് അറിയായിരുന്നോ? അറിയാമായിരുന്നു. ആ പെൺകുട്ടി അവളുടെ കണ്ണ് ഓപ്പറേഷന് വന്നതാണെന്നും അറിയാം. ഇതിൽ കൂടുതൽ എനിക്കറിയാനും രാജലക്ഷ്മിക്ക് പറയാനും വല്ലതും ഉണ്ടോ? ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും പിന്നെ എന്താ ഒരു അമാന്തം? ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ച് പറയാനുള്ളവരോടൊക്കെ പറഞ്ഞ് നാട് കടത്തിക്കൂടെ ഇനിയെങ്കിലും? അല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേ. ചേടാ, എല്ലാം അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തെ.
വല്ലവരും അവരുടെ കണ്ണ് ഓപ്പറേഷൻ നടത്തുന്നതിന് ഞാൻ ആരെ നാട് കടത്താനാ? അതിൽ എനിക്കോ രാജലക്ഷ്മിക്കോ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. ഗായത്രി അമ്മ കാര്യങ്ങൾ അറിഞ്ഞു, പക്ഷെ മുഴുവനായും അറിഞ്ഞിട്ടില്ല. ഈ നിൽക്കുന്നവളുടെ ചേച്ചിയാണ് അപ്പുറത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഇനി എന്തൊക്കെ തെളിവുകൾ വേണം ഗായത്രി അമ്മയ്ക്ക്? ഹോമത്തിന്റെ അന്ന് നടന്ന സംഭവങ്ങളും ഡൈനിങ് ഹാളിൽ വെച്ചുള്ള ഇവളുടെ പെരുമാറ്റവും മാത്രം പോരെ ഈ ആൾമാറാട്ടം തിരിച്ചറിയാൻ? ഈ നിൽക്കുന്നവൾ ഇവളുടെ ചേച്ചിയോട് ഫോണിൽ സംസാരിക്കുന്നതും കൺമണിയാണെന്ന് പറയുന്നതും ഞാനും എന്റെ മോളും കേൾക്കുകയും ചെയ്തു. അതിന് തെളിവില്ലാത്തത് കാരണം നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും ഗായത്രിയമ്മ അടക്കം എല്ലാവരും ദൃക്സാക്ഷികളല്ലേ? ഇനി അതിലൊന്നും വിശ്വാസം വരുന്നില്ല എങ്കിൽ എല്ലാവരും എന്റെ കൂടെ ഇന്ന് റിസപ്ഷൻ വരവാ. ആ ദേവി എന്ന് പറയുന്നവളെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത രജിസ്റ്റർ ഫയലിൽ വലിയ അക്ഷരത്തിൽ തിളങ്ങി നിൽപ്പുണ്ട്. കെയർ ഓഫ് രവിചന്ദ്രവർമ്മൻ എന്ന പേര്. ഈ രവി അവളുടെ ആരാ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാനും ലക്ഷങ്ങൾ മുടക്കാനും സകല തെളിവോടും കൂടിയാ ഞാൻ ഈ പറയുന്നത്. വാ, വന്ന് രജിസ്റ്റർ ബുക്ക് നോക്ക്. എനിക്കൊന്നും കാണണ്ടെങ്കിലോ? ആരാരുടെ അനിയത്തിയായാലും ആരാരുടെ ചേച്ചിയായാലും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കില്ലാത്ത പ്രശ്നം രാജലക്ഷ്മിക്കുണ്ടോ? ഗായത്രി അമ്മേ, ആ മുറിക്കകത്ത് കിടക്കുന്നത് രാജലക്ഷ്മിയുടെ സ്വന്തം മകളാ, അതും ഗർഭിണിയായിട്ട്. രാജലക്ഷ്മി ഇപ്പൊ ശ്രദ്ധിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും അവളുടെ കാര്യമാണ്. അല്ലാതെ ഇത്രയ്ക്ക് ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് ഇനിയും സ്വയം താഴരുത്. രഹസ്യം കണ്ടുപിടിക്കാൻ പരക്കം പായുന്ന സമയത്ത് സ്വന്തം മോളുടെ കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്ക്. അങ്ങനെ ആവണം ഒരമ്മ. അല്ലെങ്കിൽ തന്നെ എന്താണ് രാജലക്ഷ്മി എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഇത് ശ്രീലക്ഷ്മി അല്ല, കൺമണിയാണെന്നാണോ? എങ്കിൽ എനിക്ക് ഉറപ്പും വിശ്വാസവും ഉള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. ഇത് ശ്രീലക്ഷ്മി തന്നെയാ. ഈ നിൽക്കുന്ന രവിചന്ദ്രവർമ്മന്റെ ഭാര്യ ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മൻ. എന്റെ മകന് അവന്റെ ഭാര്യയിൽ ഒരു സംശയവുമില്ല. എനിക്ക് എന്റെ മരുമകളെയും. ഇനി ദേവി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യം. ഒരാളെ ചേച്ചിയെന്നും അനിയനെന്നും മോനെന്നും വിളിക്കാൻ ഒരമ്മയുടെ വയറ്റിൽ തന്നെ പിറക്കണമെന്നില്ല. അങ്ങനെ ആരാ രാജലക്ഷ്മിയോട് പറഞ്ഞത്? പാവപ്പെട്ടവനെന്നോ പണമുള്ളവനെന്നോ വ്യത്യാസമില്ലാതെ പരസ്പരം സ്നേഹിക്കാൻ പറ്റിയാൽ മാത്രം മതി. ചില സമയത്ത് രക്തബന്ധത്തെക്കാൾ ശക്തി ഉണ്ടാവും ആത്മബന്ധത്തിന്, നല്ല സുഹൃത്ത് ബന്ധത്തിന്. സഹോദരങ്ങളാകാൻ ഒരമ്മയുടെ വയറ്റിൽ പിറക്കണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം രാജലക്ഷ്മിയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. എന്റെ രവിയും രഘുവും. അത് രഘുവിന്റെ ചേട്ടായി എന്നുള്ള വിളിയിൽ പ്രകടമാണ്.
ഇതിൽ പര ഒരു തെളിവ് രാജലക്ഷ്മിക്ക് ആവശ്യമുണ്ടോ? ഇനി രാജലക്ഷ്മിക്ക് അറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ദേവി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്തുന്നത് എന്റെ പരിപൂർണ അറിവോടെ തന്നെയാണ്. ഗായത്രി ഫൗണ്ടേഷൻ എന്ന എന്റെ പേരിലുള്ള സ്ഥാപനമാണ്. ആ കമ്പനിയുടെ പേരിൽ ധാരാളം ചികിത്സാ സഹായങ്ങൾ നടക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് അറിയാൻ ഈ ഹോസ്പിറ്റലിലെ രജിസ്റ്റർ ബുക്ക് നോക്കേണ്ട കാര്യം എനിക്കില്ല. മനസ്സിലായോ രാജലക്ഷ്മിക്ക്? അപ്പോ ആ പെൺകുട്ടിയുടെ ഓപ്പറേഷൻ നടത്തുന്നത് സാറാണോ? പിന്നെന്താ മോളാ കാര്യം നേരത്തെ പറയാതിരുന്നത്? അത് പിന്നെ അന്ന് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് ഇങ്ങനൊന്ന് ചെയ്യുന്നെന്ന് അച്ഛൻ അറിഞ്ഞ അച്ഛൻ ഇഷ്ടപ്പെടില്ലെന്ന് കരുതിയ. ഇങ്ങനെയൊരു നല്ല കാര്യത്തിന് ഞാൻ തടസ്സം നിൽക്കുമോ മോളെ? ഇതൊക്കെ രവി സാറിന്റെ വലിയ മനസ്സാണ്. നിങ്ങൾക്ക് മാത്രമേ ശത്രുവിനെ പോലും സ്നേഹിക്കാൻ കഴിയൂ. ഇതിവിടെ ആരോട് പറയാനാ സുദർശന? മനുഷ്യരോടല്ലേ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സ്നേഹം എന്ന രണ്ടക്ഷരത്തിന് പകരം പണം, പക, പാര എന്ന അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വീട്ടിൽ ചെന്നിട്ട് മതി. രാജലക്ഷ്മിയുടെ സംശയവും സംസാരവും വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം മതി. മേലിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കരുത്. ശ്രീലക്ഷ്മി, താൻ അച്ഛനുമായി ആ വിസിറ്റിംഗ് ഏരിയയിലേക്ക് നിൽക്കുക. രാജലക്ഷ്മി അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താ അച്ഛാ? മോളെ, അച്ഛന് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാം. ചേട്ടൻ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാം. ഏയ്, അത് വേണ്ട. എനിക്ക് നടക്കാൻ പറ്റാത്ത അസുഖമൊന്നുമില്ല. വാ വാ. എന്താ അച്ഛാ ഇത്? നോക്കി നടക്കണ്ടേ? ടീപ്പോയിലൊന്ന് കാല് തട്ടിയതാ. അച്ഛൻ നടക്ക്. വാ.
വലിയ സ്ട്രെയിൻ കൊടുക്കാതെ സ്ലോലി സ്ലോലി ദേവി കണ്ണു തുറന്നേ. ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. ഒന്നുകൂടി പതുക്കെ തുറന്നേ. ഓപ്പൺ ഓപ്പൺ ഓപ്പൺ. എന്താന്ന് മനസ്സിലാവുന്നില്ല. കൺമണി, ചേച്ചി, കണ്ണപ്പ, മോനെ, രവി സാറ്. അപ്പോ ദേവിയേച്ചിക്ക് ഞങ്ങളെയൊക്കെ കാണാമോ? നിങ്ങളെന്നല്ല, എല്ലാവരെയും പോലെ എല്ലാ കാഴ്ചകളും ഇനി മുതൽ കാണാം. സർ, എന്നാ ഞാൻ ക്യാബിനിലേക്ക് ചെല്ലട്ടെ. ഓ, പുറത്തുള്ള ഒപ്റ്റിക്കൽസിൽ നിന്നും സർജറി കഴിഞ്ഞവർ വയ്ക്കുന്ന ഒരു UV ഗ്ലാസ് വാങ്ങണം. ഓ, ഞാൻ പ്രിസ്ക്രിപ്ഷൻ തരാം. ഓ ശരി. ഓക്കെ ഡോക്ടർ. എന്നെ വന്ന് കണ്ടിട്ട് വേണം ദേവി പോകാൻ. ആ കണ്ണട വെക്കാതെ പുറത്തിറങ്ങരുത്. ശരി ഡോക്ടർ. ശരി. ഇപ്പോ ചേച്ചിയുടെ പേടിയും ടെൻഷനും ഒക്കെ മാറിയില്ലേ? അല്ലെങ്കിലും പേടി എന്നെ കുറിച്ച് ഓർത്തല്ല, നിന്നെ ഇവനെ കുറിച്ചായിരുന്നു. കാഴ്ചയില്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ നിങ്ങൾക്കാരാ ഉള്ളത്? രവി സാറുണ്ടല്ലോ.